നല്ല സുഹൃത്തുക്കളെ, നല്ല ദിവസം ഒക്ടോബർ മാസം 13 ജപമാല ദിനത്തിൽ അല്ലെങ്കിൽ ജപമാല മാസത്തിൽ ഇന്ന് നമ്മൾ സന്തോഷകരമായ ദിവസങ്ങളിൽ യേശുവിനെ കാഴ്ച സമർപ്പിക്കുന്നു, അല്ലെങ്കിൽ യേശുവിനെ കാഴ്ച അർപ്പിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവും ജോസഫോട് ചേർന്ന് പരിച്ഛേദനത്തിന് വേണ്ടി, പരിച്ഛേദനം എന്ന വാക്ക് സർക്കംസിഷൻ, അപ്പോൾ അതിനുവേണ്ടി യേശുവിനെ ദേവാലയത്തിൽ കൊണ്ടുപോകും. അവിടെ ഒരു നിയമമുണ്ട് യഹൂദന്. ഒരു ജോഡി ചെങ്ങാലികളെയോ അല്ലെ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലി കഴിക്കണം. ഈ ബലിയർപ്പണം പുതിയ നിയമത്തിലെ മൃഗങ്ങളെ കൊന്ന് ബലിയർപ്പിക്കുന്നതിനെക്കുറിച്ച് പറയുന്നില്ല, പക്ഷേ പഴയ നിയമത്തിലെ ബലിയർപ്പിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പുതിയ നിയമത്തിലെ ഏക പരാമർശം നമ്മൾ കാണുന്നത് ഇവിടെയാണ്. ബലിയർപ്പിക്കണം, കാഴ്ച സമർപ്പിക്കുമ്പോൾ. അവിടെ ചെങ്ങാലിപ്രാവ് എന്ന് പറയുന്നില്ല, 2 ചെങ്ങാലികൾ. ചെങ്ങാലി എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ പ്രാവ് എന്നതിൻ്റെ അർത്ഥം. കാലിൽ ചുമന്ന നിറമുള്ള പ്രാവിനെയാണ് ചെങ്ങാലിപ്രാവ് എന്ന് പറയുന്നത്. 2 കുഞ്ഞു പ്രാവുകൾ. ഇതൊക്കെ യഹൂദ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ബലി കഴിക്കേണ്ടവനെ വേണ്ടി ബലി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവത്തെ നമ്മൾ പഴയ നിയമം വെച്ചേ വായിക്കാൻ പാടുള്ളൂ. ഇനിയും ഇവിടെ യേശുവിനെ സംബന്ധിച്ചിടത്തോളം യേശുവിനെ കാണാനിരുന്ന 2 പേര്, അതായത് രക്ഷ പ്രതീക്ഷിച്ചിരുന്നവർ. പഴയ നിയമത്തിൻ്റെ പ്രത്യേകത ഏതാണ്? രക്ഷ പ്രതീക്ഷിച്ചിരുന്ന ആളുകളുണ്ട് അവിടെ. ശമയോൻ എന്ന് പറയപ്പെടുന്ന ഒരു പ്രവാചകൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ നന്മ പ്രതീക്ഷിക്കുന്നതാണ്. ഇസ്രായേലിൻ്റെ വേണ്ടി പ്രതീക്ഷിച്ചിരുന്ന ഒരാളെ കണ്ടതിൽ നല്ല സന്തോഷം അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ ലൂക്കാ സുവിശേഷം 2-ാം അധ്യായം 21 മുതലുള്ള വാക്യം തുടർന്ന് വായിക്കണം. അത് വായിച്ചിട്ട് ജപമാല ദിവസം ചൊല്ലാവും. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ സ്ഫുരിക്കുന്ന നല്ല ബോധവും ഏതെന്ന് ചോദിച്ചാൽ, ഇസ്രായേലിനെ രക്ഷിക്കാൻ ഒരാൾ വരും എന്ന് കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുന്ന യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകും എന്ന് വിശ്വസിച്ചിരുന്ന ഒരു പ്രവാചകനാണ് അദ്ദേഹം. അതുകൊണ്ടാണ് പ്രവാചകന്മാരുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കുകയല്ല, പ്രകാശം പരത്തുകയായിരുന്നു യേശുവിൻ്റെ സാന്നിധ്യം. ഈ ബാലനായ ശിശുവിനെ കണ്ടപ്പോൾ തന്നെ ശമയോന് അത് ബോധ്യപ്പെടുകയും ആ ബോധ്യത്തിൽ നിന്ന് ശമയോൻ യേശുവിനെക്കുറിച്ച് നല്ല കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുകയും ചെയ്യുന്നത്. അത് വിചിന്തന വിധേയമാക്കുക. ഇനിയും ഒരാളെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് തുന്നിച്ച് നോക്കണമെന്നില്ല. ദൈവിക ജ്ഞാനമുള്ള ഒരാൾക്ക് മറ്റൊരാളെ തിരിച്ചറിയാൻ സാധിക്കും. ഇനി 84 വയസ്സുള്ള അന്ന എന്ന ഒരു പ്രവാചികയും ഉണ്ടായിരുന്നു. ചെറുപ്പം മുതലേ ദേവാലയ സംസർഗത്തിലും കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ്. കന്യകയായിരുന്നു. അതിനുശേഷം 7 വർഷം ഭർത്താവിനോടൊപ്പം ജീവിക്കുകയും പിന്നീട് ദേവാലയ ശുശ്രൂഷകളിലും മുഴുകുകയും അവരും ഇസ്രായേലിൻ്റെ രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ശമയോൻ ഇങ്ങനെ പറയുന്നത് കേട്ടു. മറിയത്തോടും യൗസേപ്പിനോടും ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഈ അന്ന എന്ന പ്രവാചിക ഒരല്പം മുമ്പോട്ട് വന്നിട്ട് യേശുവിനെ കണ്ടു. യേശുവിനെ കാണുകയും പിന്നീട് അന്നയുടെ ജീവിതം 84-ാമത്തെ വയസ്സിന് ശേഷം എന്ന് മരിക്കണമെന്ന് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അന്നയുടെ ജീവിതം പൂർണ്ണ സമർപ്പണം ആർക്ക് സമർപ്പിച്ചു? ഇന്നലെ വരെ യഹോവയ്ക്ക് വേണ്ടി സമർപ്പിച്ച ജീവിതം ഇന്ന് അന്ന ആർക്ക് വേണ്ടി സമർപ്പിക്കുന്നു? യഹോവയുടെ പുത്രനായ യേശുവിന് വേണ്ടി സമർപ്പിക്കുന്നു. യേശുവിന് വേണ്ടി സമർപ്പിക്കുന്നു പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെക്കുറിച്ച് അവർക്ക് പറയാൻ സാധിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി പ്രഘോഷിച്ചു. ഇതാണ് അപ്പസ്തോലൻ ആകുക എന്ന് പറഞ്ഞാൽ. യേശു ക്രിസ്തു നേരിട്ട് നിയോഗിക്കുന്നില്ല, ഇത് സ്വയം ഏറ്റെടുക്കുകയാണ്. യേശു ക്രിസ്തു നേരിട്ട് നിയോഗിച്ച് നീ പ്രവചിക്കണം അല്ലെങ്കിൽ പോയി പറയണമെന്ന് പറയല്ല, മറിച്ച് ഇത് ഏറ്റെടുക്കുകയാണ്, സ്വന്തമായിട്ട് ഏറ്റെടുക്കുക. അതാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടുന്നത്. അൾത്താരയിൽ നിന്ന് അഭിഷേകം പ്രാപിച്ചോ അല്ലെങ്കിൽ അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ടെന്നല്ല. ചിലരൊക്കെ നല്ല ആഴമായ ബോധ്യങ്ങളിൽ നിന്ന് ഈശോയെക്കുറിച്ച് പറയുന്നവരുണ്ട്. ഞാൻ ഈ ടോക്ക് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? മറിയത്തിൻ്റെ മുഖത്ത് നോക്കി യേശു ക്രിസ്തുവിൻ്റെ മുഖത്തിൻ്റെ ചൈതന്യം കണ്ടുകൊണ്ട് മറിയത്തിൻ്റെ മുഖത്ത് നോക്കി നിൻ്റെ ഹൃദയത്തിലുള്ളൊരു വാൾ തുളച്ച് കടക്കപ്പെടും അല്ലെങ്കിൽ കയറും. ഈ ഒരു വാക്കൊരു വല്ലാത്തൊരു വേദനയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു മാമോദിസ സ്വീകരിക്കുന്ന കുഞ്ഞിനെ പുരോഹിതൻ കയ്യിലെടുത്തിട്ട്, കാതലിക് നിയമമാണ് ഞാൻ പറഞ്ഞത്, പുരോഹിതൻ കയ്യിലെടുത്ത് അതിനെക്കൊണ്ട് മദ്ബഹായിൽ മുത്തിക്കും. മദ്ബഹായിൽ മുത്തിച്ചിട്ട് തിരിച്ചു കൊടുക്കും. പുരുഷനെയാണ്. സ്ത്രീകളുടെ മുത്തിക്കണം എൻ്റെ അഭിപ്രായം. അതുപോട്ടെ കൊച്ചു കുഞ്ഞുങ്ങളെ മുത്തിച്ചിട്ട് തിരിച്ചു കൊടുക്കുമ്പം ആ അമ്മയോട് പറയാം, ഈ കുഞ്ഞ് കാരണം നിൻ്റെ ഹൃദയത്തിലുള്ളൊരു വാൾ കിടക്കുമെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അവസ്ഥ എന്തായിരിക്കും? വളരെ വലുതാകും, ഇവൻ ലോകത്തിലെ വലിയ ആളാകും എന്നൊക്കെ പറയുമ്പം ഒരു സന്തോഷമാണ്.
പക്ഷേ നിൻ്റെ ഹൃദയത്തിൽ ഇവൻ കാരണം ഇവൻ നിൻ്റെ ഹൃദയത്തിലുള്ള വാൾ കടക്കും, ഇവൻ ഇസ്രായേലിലെ പലരുടെ വീഴ്ചയ്ക്കും താഴ്ചയ്ക്കും ഒക്കെ കാരണമാവും, ഇവൻ വിവാദ പുരുഷനായിരിക്കും, ഇവരുടെ അടയാളമായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഒരമ്മ വളരെ ചെറുപ്പത്തിൽ ഞെട്ടിപ്പോകില്ലേ? അതുകൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ പല മക്കളെക്കുറിച്ചും ആകുലതയുണ്ട് മാതാപിതാക്കൾക്ക്. നിങ്ങളുടെ ഹൃദയത്തിലൂടെ മാത്രമല്ല, നിങ്ങളുടെ തലയിലൂടെ വാൾ തുറച്ചു കിടക്കും ചിലരുടെയൊക്കെ പ്രവർത്തനം കാണുമ്പോൾ. പക്ഷേ അതിനെ ക്ഷമയോടും സഹനത്തോടും കൂടെ ഒരാളെ നിങ്ങൾക്ക് തിരുത്താൻ സാധിക്കത്തില്ല ശിക്ഷിച്ചുകൊണ്ട്. നേരെ മറിച്ച് ഒരാളെയെങ്കിലും നിങ്ങൾക്ക് രക്ഷപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവിടെ ക്ഷമ മാത്രമേ നടക്കത്തുള്ളൂ. ആ ക്ഷമയോടെ ഉൾക്കൊള്ളാനുള്ള ചൈതന്യമാകട്ടെ ഇന്നത്തെ ജപമാല ദിവ്യരഹസ്യത്തിൻ്റെ മണികൾ നിങ്ങൾ ചൊല്ലുമ്പോൾ. ഈശോയെ കാഴ്ച സമർപ്പിക്കുകയാണ്. ഈ കാഴ്ച സമർപ്പിക്കുന്ന ഈശോയുടെ സാന്നിധ്യം ഓർക്കുക. 5 പേരാണ് ഇവിടുത്തെ പ്രധാന കഥാപാത്രങ്ങൾ. 1 ഈശോ, 2 ജോസഫ് മേരി, 3 ശമയോൻ, 4 അന്ന പ്രവാചിക. അപ്പോൾ ഇവരുടെ എല്ലാവരുടെ സാന്നിധ്യം ഓർത്തുകൊണ്ട് ജപമാല ചൊല്ലുന്ന കൂട്ടത്തിൽ ഇന്നത്തെ പ്രത്യേക നിയോഗമായിട്ട് നമുക്കൊക്കെ സമർപ്പിക്കാം. ഏറ്റവും സന്തോഷകരമായിട്ട് ഈ ലോകത്തിൽ പല മതങ്ങളുണ്ട്, അവരെല്ലാം ഒരുമിച്ച് ചേർന്ന് സന്തോഷത്തോടെ ജീവിക്കാൻ ഉള്ള ഒരു ആഹ്വാനം ഞാൻ നടത്തിക്കൊണ്ട് നിർത്തുന്നു. ജോൺസൺ കരൂർ.